3 മാസമായി ഈ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങുന്നു. ഓരോ പ്രാവശ്യം വരുമ്പോ പറയും ഓരോ പേപ്പർ കൊണ്ടുവരാൻ. ഒരു പേപ്പർ കൊണ്ടുവരാൻ പറയും ഇതല്ല അടുത്ത പേപ്പറാന്ന്. അടുത്ത പേപ്പർ കൊണ്ടുവരാൻ പറയും ഇതല്ല വേറെ പേപ്പറാന്ന്. ഇനി വേറെ പേപ്പർ കൊണ്ടുവരാൻ പറയും ഇതൊന്നുമല്ല ന്യൂസ് പേപ്പറാന്ന്. ഒന്നെങ്കിൽ ഞാൻ പറയുന്ന വില്ലേജ് ഓഫീസർ കേൾക്കണം, അല്ലെങ്കിൽ അവര് പറയുന്ന ഞാൻ കേൾക്കണം. ഇത് നമ്മൾ എന്തേലും പറഞ്ഞ ഒരു പ്രതികരണവും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് ഇരുന്നോളൂ. നിങ്ങളെ പോലെ തന്നെ ഇത്രയും നേരം ഞാൻ ഇവിടെ ഒരുത്തൻ വായിട്ടെങ്കിലും ഒരാളൊന്ന് ചിരിച്ചോ? ഞാൻ ഊത്തപ്പൻ. എനിക്ക് ചില്ലറ ബ്രോക്കർ പണിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആർക്കെങ്കിലും കല്യാണമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊന്ന് പറഞ്ഞാ മതി. അയ്യോ, യവന്റെ കാര്യം മാത്രം ഓർമ്മിപ്പിക്കല്ലേ. യവന്റെ ഫോട്ടോ എന്ന് എന്റെ ഡയറി കയറിയോ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരൊറ്റ കല്യാണം പോലും നടത്താൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഏതായാലും അതെന്റെ വിഷയമല്ല. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്റെ ഉദ്ദേശിച്ച കാര്യം നടത്തിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ഒരു വില്ലേജ് ഓഫീസർ അതെവിടുന്ന് അതെന്റെ മാഡം വന്നായിരുന്നോ? ഞാൻ മാഡത്തെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുവായിരുന്നു. ചിന്തിച്ചത് ഞാൻ കേട്ടായിരുന്നു. മാഡം മേഡമല്ലേ ഇടവ പോകുന്നുണ്ടോ? ഈ കോമഡിക്ക് ഞാൻ ചിരിച്ചു തരാം. എന്റെ കാര്യം നടന്നല്ലേ പറ്റുള്ളൂ. മാഡത്തെ ഒന്ന് സോപ്പിട്ടേക്കാം. മാഡത്തിന്റെ പേരെന്നായിരുന്നു? എന്തിനാണോ? ഓ ചുമ്മാ. ചുമ്മാ തടൻ പറഞ്ഞുതരാം. കുയിലി. അപ്പൊ കാക്കക്കൂട്ടിലായിരിക്കും മേഡം മുട്ടയിടുന്നേ. അതാണ് കുയിലി. മാഡത്തിന്റെ വീട്ടുപേരെന്നായിരുന്നു? എന്തിനാണോ? ഓ ചുമ്മാ. ചെത്തിയിൽ. അപ്പൊ ഈ കസേരയിലൊക്കെ ഇരിക്കുമ്പോ ഭയങ്കര വേദനയായിരിക്കുമല്ലോ. അല്ല, മേഡത്തിന്റെ മൂട് ആരാണ്ടോ ചെത്തി എന്ന് പറഞ്ഞു. എടോ, അതെന്റെ കുടുംബപ്പേരാ, മൂട് ചെത്തിയിൽ. ഓ, അതായത് ഇവരുടെ കുടുംബത്തിലുള്ള ആർക്കും മൂടില്ലെന്നർത്ഥം. ഇനി ഇവിടെ കിടന്ന് കൂടുതൽ വർത്താനം പറഞ്ഞാൽ എന്റെ ഉള്ള മൂട് പോകും. അതുകൊണ്ട് വന്ന കാര്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കുടുംബത്തിൽ പോകാൻ. മേഡം, ഞാൻ ഊത്തപ്പൻ. അച്ഛനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി വന്ന ഒരു ആധാരം പുതുക്കുന്നതിന് വേണ്ടിട്ടേ 3 മാസമായി ഞാൻ ഇവിടെ കേറി ഇറങ്ങുന്നു. ഈ ആധാരത്തിന്റെ അടിയാധാരം ഉണ്ടോ? അടി ഉണ്ടായോന്നോ? അനിയന്മാരുടെ നീ ആധാരം ഒന്ന് മേടിച്ചെടുത്തേ. അതിലാണ് എളിയനിയൻ മണല് വഴിപാടി എന്റെ കണ്ണിലേക്ക് എറിഞ്ഞത്. ആ മണല് കോരിയിട്ട വീട് വെച്ച്. എന്നാ പിന്നെ 2 ചാക്ക് സിമെന്റും 5-6 വെട്ടുകല്ലും കൂടി എറിയാൻ പറയാമായിരുന്നില്ലേ? അതെന്തിനാ? അല്ല, 2 വീടും കൂടെ വെക്കായിരുന്നല്ലോ. അതിന് ഞാൻ അവിടെ കോൺട്രാക്ട് വർക്കിന് പോയതല്ല, അടി ഉണ്ടാക്കാൻ പോയതാ. മിസ്റ്റർ കൊഴലപ്പം. മേഡം ഊത്തപ്പൻ. ഊത്തായാലും കൊഴലായാലും അപ്പം തന്നെയല്ലേ? അതെ. എടോ, എപ്പോഴെങ്കിലും ഈ സ്ഥലം പോക്കുവരവ് നടത്തിയതായിട്ട് ഓർക്കുന്നുണ്ടോ? അടി ഉണ്ടാക്കിയ പിന്നെ ഞാൻ അങ്ങോട്ട് പോക്കോ വരവോ നടത്തിയിട്ടില്ല മേഡം. എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്നാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കറക്റ്റ്. അതിന്റെ കുഴപ്പമാ ഇതെല്ലാം. എടോ, ഞാൻ ഇത് ശരിയാക്കി തരാം. പക്ഷെ തന്റെ അച്ഛനെ അടുത്തറിയാവുന്ന ആരെയും താ പോയി കൂട്ടിയിട്ട് വാ. എന്റെ പൊന്നു മേഡം, ഇതേ കാര്യം തന്നെയാ മേഡത്തിന് മുന്നേ ഇരുന്ന വില്ലേജ് ഓഫീസറും പറഞ്ഞത്. എന്നിട്ട് ഞാൻ എന്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് വന്നു. അന്നേരം ആ സാറ് പറയാ ഇത് അമ്മയാന്ന് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റുമായിട്ട് വരണം. ഞാൻ ആ സാറിന്റെ അമ്മയ്ക്കും വിളിച്ചു എന്റെ അമ്മേനെ സർട്ടിഫിക്കറ്റ് കൊണ്ടാണോ ഇന്ന് ഇവിടെ താൻ വന്നിരിക്കുന്നത്? ആ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി ഞാൻ ജനിച്ച ആശുപത്രി ചെന്നപ്പോ ആ ആശുപത്രി പൊളിച്ചിരുന്ന സൂപ്പർ മാർക്കറ്റ് പണിതേക്കുവാ. അപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടുവോ? എന്നിട്ട് ഞാൻ അവിടെ ഒരു പാക്കറ്റ് പയറും മേടിച്ച് വീട്ടിൽ പോയി. എന്തുകൊണ്ട് താൻ ആ ഒരു പാക്കറ്റ് പയറ് മേടിച്ച സമയത്ത് തന്റെ പേരെടുത്ത ഡോക്ടറെ കൂട്ടിക്കൊണ്ട് വന്നത്? ഞാനല്ല, എന്റെ അമ്മയാ. അതെനിക്കറിയാം. അതറിയാവുന്നതുകൊണ്ടാണ് ഇന്ന് ഈ കസാരയെ ഞാൻ ഇരിക്കുന്നത്. താൻ ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് താൻ പോയി തന്റെ പണി നോക്കും. വേഗം ചെന്നു. മേഡം, ഞാൻ പണി 2 ദിവസമായിട്ട് ലീവില്ല. ഞാൻ ഗിന്നസ് ബുക്കിൽ കയറാൻ വേണ്ടി ചില്ലറ പരിപാടി എടുത്തോണ്ടിരിക്കുക. അപ്പൊ തനിക്ക് എന്തായാലും കഴിവുണ്ടോ? കഴിവുണ്ടോന്നോ? ഞാൻ പെരുവരലുകൊണ്ട് മൂക്കാ പിടിക്കും. ദൈവം തമ്പുരാനെ, എന്നാ പിന്നെ ആ കഴിവ് നിങ്ങൾക്കെല്ലാം ഒന്ന് കാണണ്ടേ? കാണിച്ചു തരാം. പക്ഷെ ദൈവത്തെ ഓർത്ത് കൊച്ചുകുട്ടികൾ ഇത് അനുകരിക്കരുത്. അപകടകരമായ ഒരു കർമ്മമാണിത്. കേട്ടല്ലോ? എല്ലാരും കണ്ടോളൂ. പെരുവരൽ കൊണ്ട് മൂക്കെ പിടിക്കാൻ പോകുന്ന പ്രവൃത്തി എങ്ങനുണ്ട്? കൊള്ളാം. എന്റെ ദൈവമേ, ഇതാണോ തന്റെ പെരുവിരൽ കൊണ്ടുള്ള മൂക്കേപ്പിടുത്തം? പിന്നെ തന്നെ ചെറുവിരളാ. ഇത് കണ്ടിട്ട് എന്റെ കണ്ണു തള്ളിപ്പോയി. ആരുടെയും കണ്ണ് ഇങ്ങനെ തള്ളുവോ? തന്റെ ഇതിനെ കഴിഞ്ഞും കൊള്ളാം എന്റെ ഇത്. അതൊക്കെ വിട്ടിട്ട് വേഗം എന്റെ പേപ്പറൊക്കെ ഒന്ന് ശരിയാക്കി താ. ശരിയാക്കി തരാം.
തന്റെ അച്ഛന്റെ കുടിക്കിടപ്പ് എങ്ങനെയാ? തുണിയില്ലാതെ. തുണിയില്ലാതെയോ? ആ, അച്ഛൻ കുടി കഴിഞ്ഞിട്ട് തുണിയില്ലാതെ ഇങ്ങനെ മലന്ന് കേട്ടോ മരവാഴ മനുഷ്യ. എന്നാ മേഡം? തന്റെ അച്ഛന്റെ കുടിയും കഴിഞ്ഞോളെ മലന്ന് കിടപ്പല്ല ഞാൻ ചോദിച്ചത്. എടാ കുടിക്കട അങ്ങനെ ഒരു റെസിപ്റ്റ് ഉണ്ട്, അത് തന്റെ കയ്യിൽ ഉണ്ടോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഉണ്ടോന്നോ? അച്ഛൻ കുടിക്കാനാന്നും പറഞ്ഞുള്ള ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് അതിന്റെ ഒക്കെ റെസിപ്റ്റ് ഇപ്പൊ വീട്ടിൽ വന്ന് കിടക്കുവാ. ബാങ്കിൽ കിടക്കാൻ ഇടയില്ലാഞ്ഞിട്ടായിരിക്കും. അതല്ല മേഡം, അച്ഛൻ എടുക്കല് മാത്രമേ ഉള്ളൂ, അടക്കലില്ല. അച്ഛനിപ്പോ എന്ത് ചെയ്യുന്നു? അച്ഛനിപ്പോ ഒന്നും ചെയ്യുന്നില്ല, അച്ഛനെ അടക്കി. എത്ര വർഷമായി മരിച്ചിട്ട്? 1 വർഷം. അതൊന്നും ഞാൻ നോട്ട് ചെയ്തോട്ടെ. ആയിക്കോട്ടെ. 1 വർഷം എന്നല്ലേ പറഞ്ഞത്? ആണാ 2 ആണാ? അതൊന്നും ഒന്ന് തന്നെയാണാ? ഏതായാലും ഇതില് 2-ലും ഏതോ ഒന്നാണ്. മേഡത്തിന് അത്രയ്ക്ക് അത്യാവശ്യമാണ്, ഒരു 3 അങ്ങോട്ടിച്ചോ. ഇത്തിരി ഗുമ്മിരിക്കട്ടെ. തന്തേനെ വെച്ചാണോ ഗുമ്മുണ്ടാക്കുന്നേ? എന്റെ ദൈവം, ഇയാളെ ഞാൻ അടക്ക പോട്ട്. അച്ഛന്റെ പേര് റേഷൻ കാർഡിൽ നിന്ന് വെട്ടിയായിരുന്നോ? റേഷൻ കാർഡ് എന്ന് അച്ഛന്റെ പേര് വെട്ടിയില്ല, പക്ഷെ അച്ഛന്റെ കർമ്മത്തിന് വേണ്ടി പറമ്പിൽ നിന്നൊരു തേക്ക് വെട്ടി. നന്നായി, അല്ലെങ്കിൽ ആ തേക്ക് വെട്ടി തനിക്കിട്ട് ഞാൻ അടിച്ചേനെ. മേഡം എങ്ങനെയാ ഈ പേപ്പറൊക്കെ ഒന്ന് റെഡിയാക്കിത്താ, ഞാൻ ഒന്ന് പെര പണിയട്ടെ എന്റെ പൊന്ന് മേഡം. അയ്യോ, തന്റെ തോന്നിയാസത്തിനൊന്നും ഇവിടെ പെരപണിയാൻ പറ്റുകയല്ല. ഞാൻ ഈ പറഞ്ഞ രേഖകളൊക്കെ കൊണ്ടു തന്നാ മാത്രമേ ഞാൻ ഇത് പാസ്സാക്കി തരുള്ളൂ. മേഡം പറഞ്ഞ രേഖയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മുറ്റത്തോട്ട് നോക്കിയേ, എന്റെ കൊച്ചും അതിന്റെ കയ്യിലൊരു പ്ലെയിനും. കൊച്ചും പ്ലെയിനുമോ? ആ മേഡം അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ പറഞ്ഞേ കൊച്ചും പ്ലെയിനും കൊണ്ടുവന്നാലേ പെര പണിയാൻ പറ്റത്തുള്ളൂ. എന്റെ ദൈവമേ, എന്നെ അങ്ങ് കൊല്ലിയടോ. തന്റെ വർത്താനം കേട്ട് എനിക്ക് തല കറങ്ങുവാ. ഞാൻ ഇവിടെ നിന്നിട്ട് പറഞ്ഞാൽ ഇയാളോട് ഞാൻ സ്കെച്ചും പ്ലാനും അല്ലേ കൊണ്ടുവരാൻ പറഞ്ഞ, കൊച്ചും പ്ലെയിനും കൊണ്ടുവന്നേക്കുവാ. ഇങ്ങനെയാണെങ്കിൽ ഇയാളെ അച്ഛന്റെ അഡ്രസ് ചോദിച്ചാൽ മിക്കവാറും അപ്പന്റെ ഡ്രസ്സും പൊക്കി അയാൾ ഇവിടെ വരും. അയ്യോ, ഇങ്ങനെ ഒരു കിഴങ്ങനെ എന്താ ദൈവമേ. മേഡം അങ്ങോട്ട് മാറി നിന്നേ. തന്നെ എങ്ങനെ ഒഴിവാക്കാന്ന് ഞാൻ ഇവിടെ തലപോഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുക. എന്നാ വേഗം വേണം, എനിക്ക് പോയിട്ട് ഇത്ര ധൃതിയോളോ. അന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് ഞാൻ വിളിക്കാം. ആയിക്കോട്ടെ മേഡം. കിട്ടി. മേഡം ഇവിടെ നിൽക്കേ. ആ ഉത്തപ്പൻ ചേട്ടാ, ഓ ചേട്ടനോട് ഞാൻ ഒരു കാര്യം പറയാം. ചേട്ടൻ അത് ശ്രദ്ധിച്ചു കേൾക്കണം. ഓ ചേട്ടൻ ഇപ്പൊ വീട്ടിൽ പോ. ആ. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് 3 മാസം കഴിഞ്ഞിട്ട് വാ. വന്നാൽ അപ്പം ഞാൻ പറയും പോയിട്ട് 4 മാസം കഴിഞ്ഞിട്ട്. അതെന്നാ ചപ്പിളിച്ച് വർത്താനാന്നേ മരവാഴ പെണ്ണുമ്പിള്ള നിങ്ങളീ പറയുന്നേ? ഇവരെന്റെ സർട്ടിഫിക്കറ്റ് കണ്ടപ്പോ തൊട്ട് തുടങ്ങിയതാ. ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാ, ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാ. ആദ്യം നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടുത്തെ വില്ലേജ് ഓഫീസറാന്നുള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് താ. അന്നേരം ഞാൻ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ അങ്ങോട്ട് ഓരോ തുണ്ട് കടലാസിനി തനിക്ക് ഞാൻ ഇവിടുന്ന് തരികല. അത് ഉറപ്പാണോ മേഡം? ഉറപ്പല്ലേ? ആ. എന്നാ മേഡത്തിന് നാളെ രാവിലെ ഒന്ന് എന്റെ കൂടെ ലീവ് എടുത്തിട്ട് എന്റെ വീട് വരെ ഒന്ന് വരാൻ പറ്റും? എന്തിന്? മേഡം എന്റെ അമ്മ തളർന്നു കിടക്കുക, അമ്മേനെ ഒന്ന് നടത്തിക്കാൻ വേണ്ടിട്ടാ. അതിന് ഞാൻ ഡോക്ടറല്ല, വില്ലേജ് ഓഫീസറാ. ഇപ്പൊ ഡോക്ടർമാരെ കാട്ടിലും നന്നായിട്ട് ആൾക്കാരെ നടത്തിക്കുന്നത് വില്ലേജ് ഓഫീസർമാരാ. എന്നാ പിന്നെ താൻ ഇപ്പൊ പോ. 2 ആഴ്ച കഴിഞ്ഞിട്ട് തന്റെ അമ്മ തളർന്നു കിടക്കുവാന്നുള്ള സർട്ടിഫിക്കറ്റ് വായിട്ട് വാ. എന്റെ പൊന്നു മേഡം. അല്ല മോനെ, എന്താ ചെയ്യണേ? എന്താ പേര്? അഭിജിത്ത്. അഭിജിത്ത് എന്താ ചെയ്യണേ? ഞാൻ +1. സൂപ്പർ ക്യാരക്ടർ പിടിച്ചിട്ടുണ്ട്. സൂപ്പർ വോയിസ്, ആ മോഡുലേഷൻ, തനി ബ്രോക്കർ തന്നെ. അസാധ്യം മോനെ. ഐ റിയലി ലവ്ഡ് യു. ചേച്ചി അഭിജിത്ത് എന്ത് റേഞ്ചിലെ അത് ഗ്രൂമർ സാർ, ജിഷോ സാർ ഒരുപാട് സഹായിച്ചു. സാറിന് ഒരുപാട് നന്ദി. എല്ലാരും അല്ല, പിന്നെ അമ്മ ആദ്യമായിട്ടാണോ? എല്ലാരും നല്ല സപ്പോർട്ടാണ്, പേടിക്കണ്ട. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ വേദി ആദ്യമായിട്ടാണോ നിങ്ങൾ അഭിനയിക്കുന്നത്? ആദ്യമായിട്ടാണ്. മോന്റെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഇവിടെ വന്നത്. ഈ എന്താ പറയാ, ഈ സ്ക്രിപ്റ്റ് നിങ്ങൾ എങ്ങനെ വായിച്ചു, എങ്ങനെ പഠിച്ചു, എങ്ങനെ എന്ത് ചെയ്തു? നിങ്ങളെ കണ്ടാ തോന്നില്ല നിങ്ങൾ ആദ്യമായിട്ടാണ് പെർഫോം ചെയ്യണത്. അമ്മയും മോനും കാട്ടയ്ക്ക് നിന്നൊരു പെർഫോമൻസ്. പെർഫോമൻസ് എന്നെ ശരിക്കും എന്നാ ചെയ്യുന്നേ? ഞാൻ വീട്ടമ്മയാ, ഒന്നും ചെയ്യുന്നില്ല. അയ്യോ അതായത് പണ്ട് ഇതുപോലെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ അഭിനയം ഒന്നും ഒന്നുമില്ല. ഹസ്ബൻഡ് എന്താ ചെയ്യണേ? ചെത്ത്
കള്ള് പിന്നെ കരാട്ട പഠിപ്പിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, സത്യം പറഞ്ഞാൽ രണ്ടുപേരെ കണ്ടാ ഞാൻ ഓടും, അങ്ങനെ എനിക്ക് പേടിയായിരുന്നു. രണ്ടുപേരെ നേരിട്ട് കണ്ട ഭയങ്കര പേടിയുള്ള ഒരാളാണ്. ഇപ്പൊ ഇത്രയും വലിയൊരു സ്റ്റേജ് ഇവന്റെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു ദിവസം ഇവൻ എന്നോട് പേനയും പേപ്പറും എടുത്തിട്ട് വന്ന് പറഞ്ഞു, അമ്മ സ്കിറ്റ് എഴുതി തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ ചെറുക്ക എനിക്ക് ഗുരുവായാലും തിരിച്ചറിയത്തില്ലടാന്ന്. എനിക്ക് എഴുതാൻ അറിയുന്നത്, എനിക്ക് കോമഡി എഴുതാൻ അറിയണ്ടേ. എന്നിട്ട് പിന്നെ ഇവനങ്ങ് ബഹളം തുടങ്ങി, എഴുതിത്താന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ എഴുതി ഇവിടെ എത്തി. അതുപോലെ തന്നെ മോനെ ഈ സ്കിറ്റ് കളിക്കാൻ ഇത്രയും ആഗ്രഹം എങ്ങനെ ഉണ്ടായി? ഈ ഒരു പ്രായത്തില് സ്കൂളിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ, അതോ ഫ്രണ്ട്സ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടാണോ? സ്കൂളിൽ നാടകം ചെയ്തിട്ടുണ്ട് കലോത്സവത്തിന്. പിന്നെ ഈ പരിപാടി 5 വർഷത്തോളമായി ഇത് കാണുന്നു. സ്ഥിരമായിട്ട് കാണുന്ന ആളാണ്. നിങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയാണോ? പിന്നെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഒരു സ്കിറ്റ് ചെയ്യണം, എനിക്ക് കോമഡി മാസ്റ്റേഴ്സിൽ വരണം എന്ന് തീരുമാനിക്കുമ്പോ എന്റെ പാർട്ട്ണർ അമ്മയായാ മതിന്ന് എങ്ങനെയാ തീരുമാനിച്ചേ? കൂടെ ഒരാളുണ്ട്. അപ്പൊ അമ്മയാകുമ്പോ ഒരു കുറച്ചും കൂടെ ഒരു അടുപ്പം ഉണ്ടാവില്ല, നമ്മളെ കാര്യങ്ങളെല്ലാം അറിയുന്ന. അപ്പം അമ്മ ചെയ്യുന്ന അറിയോ? ഇത്ര നന്നായിട്ട് അമ്മ ചെയ്യുന്ന? നിങ്ങളൊന്ന് കണ്ട് ഞെട്ടിയിരിക്കുമായിരിക്കും അല്ലേ? ഇനി ഇവരുടെ റീൽസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്ത് തോന്നുന്നു ഇവിടെ പെർഫോമൻസ് കണ്ടിട്ട്? വളരെ നല്ലതായിരുന്നു കേട്ടോ. കാരണം കുട്ടീന്റെ ഒരു ഭാവം ഉണ്ടല്ലോ, പഴയ കാലത്ത് നമ്മളെ ജഗതി ചേട്ടനില്ലേ, ആ ഒരു വൈബാണ് നമുക്ക് ശരിക്കും തോന്നിയത്. വളരെ വളരെ നല്ലതായിരുന്നു. സൂപ്പർ. അപ്പൊ എല്ലാവർക്കും നിങ്ങളുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. ഇനിയും ഞങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് കാണണം. അതിനു മുമ്പായിട്ട് നമുക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് കയറിയെന്ന് ഇനി നോക്കാം. കൺഗ്രാറ്റുലേഷൻസ്, 30,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. സന്തോഷായില്ലേ? മോനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. മോന്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് അമ്മേനെ പൊന്നുപോലെ നോക്കുക. കാര്യം ഒരുപാട് കുട്ടികളുണ്ട് ഇതുപോലെ ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ കൂടെ വരാൻ ഒരാളില്ലാത്തത് കൊണ്ട്, അവരുടെ കഴിവിനെ അംഗീകരിക്കാൻ ആളില്ലാത്തത് കൊണ്ട് അവസരം കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മോന്റെ വലിയൊരു അനുഗ്രഹമാണ് അമ്മ. ഞാനും ചെറുതിലെ മുതലേ എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി വന്നപ്പോൾ എൻ്റെ കൂടെ ഫുൾ ടൈം 24 hours ഇതുപോലെ എൻ്റെ അമ്മ കൂടെ നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മോൻ ഭാവിയിൽ വലിയ ആളായി കഴിയുമ്പോൾ ഇപ്പൊ അമ്മ മോന് വേണ്ടി എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ടോ അതുപോലെ ആ പ്രായത്തില് അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും മോൻ നടത്തി കൊടുക്കണം. ഓക്കെ? ശ്വേത ചേച്ചി 30,000 റുപ്പീസ് ആണ് നേടിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ടോക്കൺ അഡ്വാൻസ് അങ്ങ് കൊടുക്കാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പം അച്ഛനോട് അന്വേഷണം പറയണം. ഇനി അടുത്ത തവണ വരുമ്പോൾ അച്ഛനെയും കൂട്ടി വരണം. ഇനിയും സ്കിറ്റുകൾ വരണം, തമാശകളും വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.